ഒളിക്യാമറ വിവാദം. കോഴിക്കോട്ടെ UDF സ്ഥാനാർത്ഥി MK രാഘവനെതിരായ ഒളിക്യാമറ വിവാദത്തിൽ കേസെടുക്കണം എന്ന കാര്യത്തിൽ തീരുമാനം നാളെയുണ്ടാകും. വിഷയത്തിൽ DGP ലോക്നാഥ് ബെഹ്റ നിയമോപദേശം തേടിയിരിക്കുകയാണ്. ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷനോട് പോലീസ് മേധാവി ഇമെയിലിലൂടെയാണ് നിയമോപദേശം തേടിയിരിക്കുന്നത്. ഉടൻ തന്നെ നിയമോപദേശം നൽകും എന്ന് ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷൻ പ്രതികരിക്കുകയും ചെയ്തു. MK രാഘവനെതിരെ കേസ് എടുത്ത് അന്വേഷണം നടത്തണം എന്നാണ് കണ്ണൂർ റേഞ്ച് IGയുടെയും റിപ്പോർട്ട്. ഒളിക്യാമറ ഓപ്പറേഷൻ റിപ്പോർട്ട് ചെയ്ത ചാനലിൽ നിന്നും പിടിച്ചെടുത്ത മുഴുവൻ ദൃശ്യങ്ങളും പരിശോധിച്ചു എന്നാണ് പോലീസ് പറയുന്നത്. ഫോറൻസിക് പരിശോധന ഉൾപ്പെടെ നടത്തണമെങ്കിൽ കേസെടുത്ത് അന്വേഷണം നടത്തണം എന്നാണ് IGയുടെ റിപ്പോർട്ട്. അതേസമയം CPMനെതിരായ ആരോപണം പോലീസ് തള്ളുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. ഒളിക്യാമറയ്ക്ക് പിന്നിൽ CPM ഗൂഢാലോചന ഇല്ല എന്ന ആരോപണത്തിൽ കഴമ്പില്ല എന്നാണ് കണ്ണൂർ റേഞ്ച് IG റിപ്പോർട്ട് നൽകിയിരിക്കുന്നത്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിർദ്ദേശപ്രകാരമാണ് പോലീസ് നടപടി ഉണ്ടായിരിക്കുന്നത്. കമ്മീഷന് നൽകിയ പരാതിയിൽ കമ്മീഷൻ DGPക്ക് കൈമാറിയിരുന്നു. സ്വകാര്യ ചാനൽ നടത്തിയ അന്വേഷണത്തിൽ രാഘവൻ തെരഞ്ഞെടുപ്പ് ചട്ടം ലംഘിച്ചത് വ്യക്തമാണെന്ന് കാണിച്ച് DYFI ദേശീയ പ്രസിഡന്റ് PA മുഹമ്മദ് റിയാസ് നൽകിയ പരാതിയാണ് ഒന്ന്. ഗൂഢാലോചനയുണ്ട് എന്ന MK രാഘവൻ്റെ പരാതി മറ്റൊന്നുമുണ്ട്. രണ്ട് പരാതികളിലാണ് പോലീസ് അന്വേഷണം നടത്തുന്നത്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ DGPക്ക് കൈമാറിയ പരാതിയിൽ നടക്കുന്ന അന്വേഷണത്തിൻ്റെ ഭാഗമായാണ് മൊഴിയെടുത്തത്. അന്വേഷണ ഉദ്യോഗസ്ഥനായ CP വാഹിദ് നേരത്തെ തന്നെ മൊഴിയെടുക്കാൻ ഹാജരാകണമെന്നാവശ്യപ്പെട്ട് രാഘവന് നോട്ടീസ് നൽകിയിരുന്നു. പിന്നീട് ഫോണിൽ വിളിച്ചും ആവശ്യപ്പെട്ടെങ്കിലും MK രാഘവൻ ഹാജരാകാത്തതിനെ തുടർന്ന് രാഘവൻ്റെ വീട്ടിലെത്തി പോലീസ് മൊഴി എടുക്കുകയായിരുന്നു. ഒളിക്യാമറ ഉപയോഗിച്ച് വാർത്ത ചെയ്ത TV9 ഭാരത് വർഷ ചാനലും അന്വേഷണ പരിധിയിൽ പെടുന്നുവെന്ന് അന്വേഷണ ഉദ്യോഗസ്ഥനെ അറിയിച്ചു. ചാനൽ മേധാവിയുടെയും റിപ്പോർട്ടർമാരുടെയും മൊഴിയെടുക്കാനും അന്വേഷണ സംഘം തീരുമാനിച്ചിരുന്നു. യഥാർത്ഥ ദൃശ്യങ്ങൾ ചാനലിൽ നിന്ന് അന്വേഷണ സംഘം കസ്റ്റഡിയിലെടുത്ത് പരിശോധിക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. അതേസമയം രാഘവനെതിരായ ആരോപണം കോൺഗ്രസ് പാർട്ടി തന്നെ അന്വേഷിക്കാനും തീരുമാനമായിട്ടുണ്ടെന്ന തരത്തിൽ വാർത്തകൾ വന്നിരുന്നു. കോഴ ആരോപണത്തിൽ രാഘവന് ജാഗ്രത കുറവുണ്ടായിരുന്നുവെന്നാണ് പാർട്ടി വിലയിരുത്തിയത്. തെരഞ്ഞെടുപ്പ് ചെലവുകളെക്കുറിച്ചടക്കമുള്ള രാഘവന്റെ വെളിപ്പെടുത്തൽ പാർട്ടിയെ കൂടി പ്രതിരോധത്തിലാക്കുന്നതായിരുന്നു. രാഘവന്റെ വെളിപ്പെടുത്തലിന്റെ പശ്ചാത്തലം അന്വേഷിക്കാനാണ് പാർട്ടിയുടെ തീരുമാനം. എന്നാൽ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് നടപടി ഉണ്ടാകൂ എന്നാണ് അറിയാൻ കഴിയുന്നത്. CPM കോഴിക്കോട് ജില്ലാ നേതൃത്വത്തിനൊപ്പം ഒരു മാഫിയ സംഘവും ഗൂഢാലോചനയ്ക്ക് പിന്നിലുണ്ടായിരുന്നുവെന്നാണ് രാഘവൻ ആവർത്തിച്ചത്. ഇതിൻ്റെ നിജസ്ഥിതി അടക്കം പരിശോധിക്കുമെന്നാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത്. എന്തായാലും MK രാഘവൻ്റെ കോഴ വിവാദത്തിൽ DGP നിയമോപദേശം തേടിയിട്ടുണ്ട്. കേസെടുക്കണമോ വേണ്ടയോ എന്ന കാര്യത്തിൽ നാളെ തീരുമാനമുണ്ടാകും. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.